കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളെ കണ്ട് ഹാലിളകുന്ന പരിപാടി അവസാനിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈയിടെയായി കുറെ മൂത്തു വരുന്നതായാണ് കാണുന്നത്. ജബൽപൂരിലെ ക്രിസ്തീയ വൈദികർക്ക് നേരെയുള്ള അതിക്രമത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് മന്ത്രിയെ ക്ഷുഭിതനാക്കിയത്. പിന്നീട് തറപ്പടത്തിലെ വീരനായകനായി മാറി മന്ത്രി. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ. ഏതാ ചാനൽ? ഏതാ ചാനൽ? ബെസ്റ്റ്. ഏതാ? സൗകര്യമല്ല പറയാൻ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. നടനകലാ പ്രകടനങ്ങളാണ് സുരേഷ് ഗോപിയുടെ കൈവശമുള്ള മൂർച്ചയേറിയ ആയുധം. രാഷ്ട്രീയ നേതാവോ മന്ത്രിയോ എന്നത് ഇടയ്ക്കിടയ്ക്ക് മറന്നുപോകും. പലപ്പോഴും കാണാം ചില പഴയ പ്രകടനങ്ങൾ. എന്താടാ കാരണം? ഒന്നും പറഞ്ഞ പെങ്ങളിന്ന് രാവിലെ പുൾസൈ ഉണ്ടാക്കിയപ്പോൾ നടുക്കത്ത് ഉണ്ണി പൊട്ടിപ്പോയെന്ന് പറഞ്ഞിട്ട് എന്നത്തെ പ്രശ്നം? ഒരു പ്രത്യേക സ്വഭാവ. മനുഷ്യന്മാരോട് മാത്രമല്ല, മൃഗങ്ങളോടും ഇങ്ങനെ തന്നെയാ. മൃഗങ്ങളോട് എന്താ ഇങ്ങനെ? എന്റെ വഴി എന്റെ അവകാശമാണ്. പ്ലീസ്. ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പെടക്കോഴി മുട്ടടാത്തതിന് പൂവൻകോഴിനെ വെള്ളത്തിൽ മുക്കി കൊല്ലുക. ആളാവാൻ വരരുത്. എന്റെ അടുത്ത് ആളാവാൻ വരരുത്. കോടതിയാണ് ഇനി നോക്കുന്നത്. അവര് നോക്കിക്കോളും. എന്ത് കോടതിയാ? ഡു യു വാണ്ട് മീ ടു കണ്ടിന്യൂ? പ്ലീസ് ടെൽ മീ. ആസ്ക് ഹർ ടു മൂവ് ബാക്ക്. അണ്ണാനെ മരത്തിന്റെ മുകളിൽ എറിഞ്ഞു വീഴ്ത്തി ചുട്ടു തിന്നുക. ഇല്ല, ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ മീഡിയക്കുള്ള ഒരു തീറ്റയാണത്. നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. തേനീച്ചക്കൂട്ടിന് മുന്നിൽ തേൻ വിൽക്കപ്പെടുന്ന ബോർഡ് വെച്ചിട്ട് തേനീച്ചകളെ മാനസികമായി പീഡിപ്പിക്കുക. പോലീസ് എന്തിനാ നിൽക്കുന്നത്? ക്ലിയർ മൈ വേ പ്ലീസ്. സൗകര്യമില്ല പറയാൻ. നിങ്ങളോട് പറയാൻ സൗകര്യമില്ല. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. സൗകര്യമില്ല പറയാൻ. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേൽ. കമ്മീഷണറിലെ കഥാപാത്രം ഭരത് ചന്ദ്രനായാണ് ഇപ്പോഴും എപ്പോഴും ജീവിക്കുന്നത്. ജനങ്ങൾക്കും അതാണ് ഇഷ്ടമെന്ന് ഒരിക്കൽ പറഞ്ഞിരുന്നു താരമന്ത്രി. പക്ഷെ ജനങ്ങൾക്ക് ഭരത്ചന്ദ്രനാണ് വേണ്ടത്. ഓർത്തോ, ഐ ആം ഭരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. മോഹൻ തോമസുമാരുടെ ഉച്ഛിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് വാരി തിന്ന് എന്തൊക്കെയും വിട്ട് ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവരുടെയൊക്കെ കാൽ ചുവട്ടിൽ കിടക്കുന്ന നിന്നെ പോലെയുള്ള പരമ എനിക്കതൊരിക്കലും ആവാൻ സാധിക്കില്ല. ഐ ആം ഭരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ബി കെയർഫുൾ. ഹാൻഡിൽ വിത്ത് കെയർ. അടുത്തു പോകുന്ന മാധ്യമക്കാർ ജാഗ്രത.